എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെയും എല്ലാം കൂട്ടത്തിൽ നല്ല കോമ്പിനേഷനാണ്. വേറൊന്നുമല്ല, പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇപ്പം നാട്ടിലൊക്കെ പാഷൻ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് കിട്ടുന്നവർ ഉറപ്പായിട്ടും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാഷൻ ഫ്രൂട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പാകമാകാത്ത പച്ച പാഷൻ ഫ്രൂട്ട് ആണ് നമുക്ക് ചമ്മന്തിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പം കുരു കറുത്ത് വന്നിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ അത് പാകമായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ആണ്. അപ്പൊ അത് ചമ്മന്തിക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാണ് പാകമായിട്ടുള്ള പാഷൻ ഫ്രൂട്ട്. ഇതുപോലെ അതിന്റെ കുരുവൊക്കെ കറുത്ത് വന്നിട്ടുണ്ടാവും പാകമായിട്ടുള്ളതാണെങ്കിൽ. അപ്പൊ ഇത് തിരിച്ചറിയാനായിട്ട് എളുപ്പമാണ്. നമ്മൾ മുറിച്ച് നോക്കാതെ തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇങ്ങനെ പാകമായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് കൈ ഇതുപോലെ എടുത്ത് നോക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. അതേസമയം പച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്കിത് മുറിച്ച് നോക്കാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലെ നല്ലൊരു മഞ്ഞ കളർ വന്നിട്ടും ഉണ്ടാവണം, എന്നാൽ കുരു കറുത്ത് വന്നിട്ടും ഉണ്ടാവരുത്. ഇതിനിപ്പം നല്ല പുളിയുണ്ട്. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണ്ട. എത്ര പുളി വേണോ അതിനാവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എരിവിന് വേണ്ടിയിട്ട് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എൻ്റെ കൈ കാന്താരി മുളക് ഇരുന്നത് കൊണ്ട് ഞാൻ അത് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് മുളകിന്റെ എണ്ണം കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. പിന്നെ ഒരു 3-4 കറിവേപ്പിന്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും ചെറിയുള്ളിയും മുളകും ഒന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തേങ്ങ ചേർത്തിട്ട് ചതച്ചെടുക്കാം. അതും കഴിഞ്ഞിട്ട് മതി നമുക്ക് പാഷൻ ഫ്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത്. വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് ചമ്മന്തി അരച്ചെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിപ്പോ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് പാഷൻ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ ഞാൻ തേങ്ങയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാഷൻ ഫ്രൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനിപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പൊ ആദ്യം നമുക്ക് പകുതി ചേർത്തിട്ട് ഒന്ന് അരച്ച് നോക്കാം. അപ്പൊ പുളി വേണം എന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നല്ല പുളിയുണ്ട് ഇതിന്. അപ്പൊ അത് കാരണം ഞാനിപ്പം പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ബാക്കി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് നോക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ ബാക്കി കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാഷൻ ഫ്രൂട്ട് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പൊ അതിൽ ഇത്രയും മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നല്ല പുളി വേണം എന്നുള്ളവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. വെള്ളം ചേർത്തിട്ട് ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ ആ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. പാഷൻ ഫ്രൂട്ട് ഒക്കെ ഇപ്പൊ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. ഞാനിതിപ്പോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്റെ വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ട് ആണ്. അപ്പൊ പാഷൻ ഫ്രൂട്ട് കിട്ടുന്നവര് ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് ചോറിന്റെയും കഞ്ഞിയുടെയും ബിരിയാണിയുടെയും ഒക്കെ കൂട്ടത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു ചമ്മന്തി. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.